വെൽക്കം ടു ദ വേൾഡ് ഓഫ് മലയാളം ട്രാൻസ്ലേഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു പോയമാണ്. ഈ പോയത്തിൻ്റെ പേര് പിയാനോ ആൻഡ് ഡ്രംസ് എന്നാണ്. ഇത് എഴുതിയിരിക്കുന്നത് ഗബ്രിയേൽ ഒക്കാറ പറഞ്ഞൊരു പോയറ്റാണ്. അദ്ദേഹം ഒരു ആഫ്രിക്കൻ പോയറ്റാണ്. അദ്ദേഹം ജനിച്ചത് നൈജീരിയ വെസ്റ്റ് ആഫ്രിക്കയിലുള്ളൊരു പ്ലേസാണ് നൈജീരിയ. അപ്പോൾ അദ്ദേഹം ജനിച്ചിരിക്കുന്നത് അവിടെയാണ്, ഗബ്രിയേൽ ഒക്കാറ. അപ്പോൾ ഗബ്രിയേൽ ഒക്കാറയുടെ പോയത്തിനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ പോയംസിൽ അധികവും നമ്മളുടെ അദ്ദേഹത്തിൻ്റെ ആഫ്രിക്കൻ ലൈഫിനെ കുറിച്ചാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് പുരാതന ആഫ്രിക്കൻ ലൈഫ് അല്ലെങ്കിൽ ഏൻഷ്യൻ്റ് ആഫ്രിക്കൻ ലൈഫ്, പണ്ടത്തെ കാലത്ത് ആഫ്രിക്കക്കാർ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്, അവർ എങ്ങനെയാണ് പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് ജീവിച്ചിരുന്നത്, ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു എക്സ്പ്ലനേഷൻസ് ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ പോയത്തിൽ കാണാൻ കഴിയുന്നത്. പിന്നീട് എങ്ങനെയാണ് ഫോറിനേഴ്സ് വന്നിട്ട് അവരെ ഇൻവേഡ് ചെയ്തപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് അവിടെ വന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പോയത്തിൽ നമുക്ക് അധികവും കാണാൻ കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ പോയംസ് മെയിൻലി ഈ ആഫ്രിക്കയുടെ ഒരു ഏൻഷ്യൻ കൾച്ചർ, പഴയ ഒരു സംസ്കാരത്തിനെ വിളിച്ചു പറയുന്ന പോയംസ് ആയിരിക്കും അദ്ദേഹത്തിൻ്റെ പകുതി പോയംസും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫേമസ് പോയംസ് എന്ന് പറയുന്നത് ദ മിസ്റ്റിക് ഡ്രം, ദ ഫിഷർമാൻസ് ഇൻവൊക്കേഷൻ, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഫേമസ് പോയംസ്. ആ ടൈറ്റിൽസൊക്കെ കേട്ടാൽ തന്നെ മനസ്സിലാവും ഇതൊക്കെ മെയിൻലി ആഫ്രിക്കയിലെ ആ ഒരു പഴയ ലൈഫിനെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹം ഒരു നോവലിസ്റ്റ് കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് നോവൽ എന്ന് പറയുന്നത് ദ വോയ്സ് എന്നുള്ളൊരു നോവലാണ്. അപ്പോൾ ഗബ്രിയേൽ ഒക്കാറയുടെ പിയാനോ ആൻഡ് ഡ്രംസ് എന്നുള്ളൊരു പോയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആ ടൈറ്റിലിനെ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, പിയാനോ ആൻഡ് ഡ്രംസ്. ഈ പോയം മെയിൻലി എന്താണ്, ആഫ്രിക്കയിലെ ഒരു ഏൻഷ്യൻ ലൈഫിനെ കുറിച്ചും മോഡേൺ ലൈഫിനെ കുറിച്ചും കൂടിയുള്ള ഒരു കമ്പാരിസണാണ് ഈ പോയം പിയാനോ ആൻഡ് ഡ്രംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആ ടൈറ്റിലെ പിയാനോയും ഡ്രംസും അതിന് തന്നെ ഒരു സിംബോളിക് മീനിങ് ഉണ്ട്. പിയാനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പിയാനോ മെയിൻലി യൂസ് ചെയ്യുക ഇംഗ്ലീഷുകാരായിരിക്കും. അതായത് ഇത് മെയിൻലി നമ്മൾ യൂസ് ചെയ്ത് കാണുന്നത് ഇംഗ്ലണ്ട്, അമേരിക്ക പോലുള്ള രാജ്യങ്ങളിലൊക്കെ ആയിരിക്കും. അപ്പോൾ പിയാനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മെയിൻലി ഇംഗ്ലീഷുകാർ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ വിദേശികൾ യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ്. അപ്പോൾ പിയാനോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിദേശികളുടെ വരവുകൊണ്ട് ആ ആഫ്രിക്കയിലുണ്ടായ മാറ്റങ്ങൾ, ആഫ്രിക്കനിലെ അവിടുത്തെ ആൾക്കാരുടെ ലൈഫിലുണ്ടായ മാറ്റങ്ങൾ. അതായത് നമുക്കറിയാം അവർ വന്നിട്ട് അവർ ആഫ്രിക്കയിലത്തെ ആൾക്കാരെയൊക്കെ സ്ലേവ്സ് ആക്കി വെച്ച കഥയൊക്കെ നമുക്കറിയാം അല്ലേ. അപ്പോൾ അങ്ങനെ വന്ന മാറ്റങ്ങളൊക്കെയാണ് പിയാനോ എന്നുള്ള ആ ഒരു വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഡ്രംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും ആഫ്രിക്കയിലൊക്കെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഇങ്ങനെ ഡ്രംസ് ഭയങ്കര സൗണ്ടിൽ കൊട്ടിയിട്ട് അവർ ഡാൻസൊക്കെ കളിച്ചിട്ട് ആഘോഷിക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഡ്രംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ആഫ്രിക്കയുടെ ആ ഒരു നേറ്റീവ് കൾച്ചറിനെയാണ് ഉദ്ദേശിക്കുന്നത് ഡ്രംസ് എന്നുള്ള വേർഡ് കൊണ്ട്. അപ്പോൾ പിയാനോ ആൻഡ് ഡ്രംസ്. അപ്പോൾ ഈ ടൈറ്റിൽ തന്നെ മനസ്സിലാവും ഈ പോയം എന്തിനെക്കുറിച്ചാണ് പറയുന്നതെന്ന്. ആഫ്രിക്കയിലെ ആ ഒരു നേറ്റീവ് ലൈഫിനെ കുറിച്ചും പിന്നീട് ഇങ്ങനെ ഫോറിനേഴ്സ് വന്നപ്പോൾ ഉണ്ടായ ആ മാറ്റങ്ങളെക്കുറിച്ചും ആ ഒരു മോഡേൺ ലൈഫിനെ കുറിച്ചുമാണ് പറയുന്നത് പിയാനോ ആൻഡ് ഡ്രംസ് എന്നുള്ള പോയത്തിൽ. ഇത് എഴുതിയിരിക്കുന്നത് ഗബ്രിയേൽ ഒക്കാറ. അപ്പോൾ ഈ പോയത്തിലെ നമുക്ക് നോക്കാം, പോയത്തിൻ്റെ സമ്മറി നോക്കാം. അപ്പോൾ ഇതിൽ ഫസ്റ്റ് സ്റ്റാൻസിൽ എന്താണ് നമ്മളുടെ പോയറ്റ് പറയുന്നത് വെച്ചാൽ, പോയറ്റ് ഒരു ദിവസം ഇങ്ങനെ റിവർ സൈഡിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മോർണിംഗ് ടൈമാണ്, ഡേ ബ്രേക്ക് ടൈമാണ്, അതായത് പ്രഭാത സമയം, മോർണിംഗ് ടൈമാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്താണ്, പെട്ടെന്ന് ഫോറസ്റ്റിൽ നിന്ന് ഡ്രംസിൻ്റെ സൗണ്ട് കേൾക്കുകയാണ് ചെയ്യുന്നത്. ഡ്രംസ് ഇങ്ങനെ ഭയങ്കര സൗണ്ടിൽ കൊട്ടുകയാണ്. അതും എങ്ങനെ ഭയങ്കര ഒരു മിസ്റ്റിക്കൽ റിതം പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. മിസ്റ്റിക്കൽ റിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നിഗൂഢമായിട്ടുള്ള ഒരു താളത്തിൽ ഡ്രംസ് ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫോറസ്റ്റിൽ നിന്ന് ഇങ്ങനെ ഡ്രംസിൻ്റെ സൗണ്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ്, ഈ സൗണ്ട് കേൾക്കുമ്പോൾ പോയറ്റ് എന്താണ്, പഴയ ആഫ്രിക്കൻ ലൈഫിനെക്കുറിച്ച്, നേറ്റീവ് ലൈഫിനെക്കുറിച്ച് ആലോചിക്കുകയാണ്. പഴയകാലത്തെ ആൾക്കാരെ ഞാൻ നേരത്തെ പറഞ്ഞു എങ്ങനെയാണ് നേച്ചറിനോട് ഭയങ്കര ഇണങ്ങി ചേർന്ന്, നേച്ചറിൽ തന്നെ താമസിച്ച് ഗുഹകളിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ താമസിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെ നേച്ചറിനോട് ഇണങ്ങി ചേർന്ന് ഡ്രംസ് കൊട്ടി ഫങ്ഷൻസൊക്കെ ആഘോഷിക്കുന്ന ആ ഒരു പഴയ ലൈഫിനെക്കുറിച്ച് പെട്ടെന്ന് പോയറ്റ് ഓർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പോയറ്റിന് എന്താണ് ഫസ്റ്റ് ഓർമ്മ വന്നത്, ഒരു ഹണ്ടിങ് സീനാണ് ഫസ്റ്റിൽ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ആഫ്രിക്കക്കാരെങ്ങനെയാണ്, നേറ്റീവ് ആഫ്രിക്കൻസ് എങ്ങനെയാണ് മൃഗങ്ങളെയൊക്കെ വേട്ടയാടി അതിനെ കൊന്ന് അതിൻ്റെ മാംസം എടുത്ത് അതിനെ വേവിച്ച് എല്ലാവരും കൂടി ഷെയർ ചെയ്ത് കഴിക്കുകയാണ് ചെയ്തിരുന്നത്. അവരുടെ കൾച്ചർ അങ്ങനെയാണ്. അവർ അങ്ങനെ ഒരാൾക്ക് ഒരു ആനിമലിനെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെല്ലാവരും കൂടി ഒരു ഗ്രൂപ്പായിട്ടായിരിക്കും അവർ താമസിക്കുന്നുണ്ടാവുക. അവരെല്ലാവരും കൂടി ഷെയർ ചെയ്ത് ഒരുമിച്ചിരുന്ന് കഴിക്കുകയാണ് ചെയ്യുക. അതാണ് അവരുടെ കൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ഹണ്ടിങ് സീനാണ് ആദ്യം തന്നെ പോയറ്റിന് ഓർമ്മ വന്നത്. എന്താണ്, ഒരു പാന്തർ ഇങ്ങനെ കുതിച്ച് ചാടാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. പിന്നെ ഒരു ലെപ്പേർഡ് ഉണ്ട്, ഒരു പുള്ളിപ്പുലി ഇങ്ങനെ കുരച്ച് ചാടിക്കൊണ്ടിരിക്കുകയാണ്.
അതുപോലെ തന്നെ നമ്മുടെ വേട്ടക്കാർ ഹണ്ടേഴ്സ്, അതായത് ആഫ്രിക്കൻസ്, അവർ ഹണ്ടേഴ്സ് എന്താണ് കുന്തം സ്പിയറൊക്കെ പിടിച്ച് പിന്നെ വേറെ വെപ്പൺസൊക്കെ പിടിച്ച് ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. ഈ പാന്തറിനെയും പുള്ളിപ്പുലീനെയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാട്ടിൽ ഒളിച്ചിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു ഹണ്ടിങ് സീനാണ് ഈ ഡ്രംസിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ പോയറ്റിന് ആദ്യം ഓർമ്മ വന്നത്. അതാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻസിൽ ഈ ഹണ്ടിങ് സീനിനെ കുറിച്ചാണ് പറയുന്നത്. എങ്ങനെയാണ് ആഫ്രിക്കൻസ് ഇങ്ങനെ ഒളിച്ചിരിക്കുക, അവരുടെ വെപ്പൺസൊക്കെ പിടിച്ച് കുന്തൊക്കെ പിടിച്ച് ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ് ഈ മൃഗങ്ങളെ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനൊരു ഹണ്ടിങ് സീനാണ് ആദ്യം തന്നെ പോയറ്റിന് ഓർമ്മ വന്നത് ഈ ഡ്രംസിൻ്റെ സൗണ്ട് കേട്ടപ്പോൾ. ഇനി സെക്കൻഡ് സ്റ്റാൻസ് നോക്കാം. സെക്കൻഡ് സ്റ്റാൻസിൽ എന്താ പറയുന്നത്, ഈ ഡ്രമ്മിൻ്റെ സൗണ്ട് ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് പോയറ്റ് എന്താണ്, ചെറുതായിട്ട് അമ്മയുടെ മടിയിൽ കിടന്ന് പാല് കുടിക്കുന്ന ഒരു കുട്ടിയായി മാറി എന്നാണ് പറയുന്നത്. അതായത് പോയറ്റിൻ്റെ ചെറുപ്പം, അതായത് അദ്ദേഹം ജനിച്ചപ്പോൾ വളരെ നേറ്റീവ് കൾച്ചറായിരിക്കും അവിടെ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ അദ്ദേഹം ഒരു അമ്മയുടെ മടിയിൽ കിടന്ന് പാല് കുടിക്കുന്ന ഒരു കുഞ്ഞു കുട്ടിയായി മാറി. പിന്നീട് അവൻ വലുതായിട്ട് എന്താണ് ഈ ആഫ്രിക്കയിലെ വഴികളിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. അത് ഇപ്പോഴത്തെ പോലെ മോഡേൺ റോഡുകളൊന്നുമല്ല, പഴയ മരങ്ങളുടെയും ചെടികളുടെ ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെ ഒട്ടും പരിഷ്കാരമൊന്നുമില്ലാതെ, അതായത് ചെരുപ്പൊന്നുമില്ലാതെ നേക്കഡായിട്ടുള്ള ഫീറ്റ്, നഗ്നമായ പാദത്തോടു കൂടി എന്താണ് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ആഫ്രിക്കയിലെ വഴികളിലൂടെ. അപ്പോൾ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്താണ്, പോയറ്റ് പെട്ടെന്നൊരു പിയാനോൻ്റെ സൗണ്ട് കേട്ടു. അപ്പോൾ നമ്മൾ പിയാനോയിൽ ഇങ്ങനെ പാടുന്നതൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. പിയാനോയുടെ സൗണ്ട് എങ്ങനെയായിരിക്കും, അതൊരുമാതിരി ഒരു കരയണ സൗണ്ടായിരിക്കില്ലേ, ആരും അങ്ങനെ കരയണ സൗണ്ട് പോലെ, അതൊരു വെയിലിംഗ് സൗണ്ടായിരിക്കും. അത് ഭയങ്കര വിഷമമുള്ളൊരു സൗണ്ട് പോലെ ആയിരിക്കും നമുക്ക് തോന്നുക. അപ്പോൾ അങ്ങനെ ഒരു പിയാനോയുടെ വെയിലിംഗ് സൗണ്ട് കേട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തോ ഭയങ്കര ഡിഫിക്കൽട്ടായ കുറേ നോട്ട്സുകളൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് പിയാനോയിൽ. അപ്പോൾ പിയാനോയുടെ ഒരു വെയിലിംഗ് സൗണ്ട്, അതായത് കരയുന്ന പോലുള്ളൊരു സൗണ്ട് കേട്ടു. എന്താണ്, പിയാനോയിൽ ഏതോ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു മ്യൂസിക് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ്, പിയാനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ഉദ്ദേശിക്കുന്നത് ആ ഒരു ഫോറിനേഴ്സ് വന്നപ്പോൾ ഉണ്ടായ ഒരു പുതിയ കൾച്ചറിനെയാണ് ഉദ്ദേശിക്കുന്നത്. അവരുടെ ആ ഒരു ഇൻവേഷനൊക്കെയാണ് ഈ പിയാനോ എന്നുള്ള ആ ഒരു ഇൻസ്ട്രുമെൻറ്റ് ആക്ച്വലി സിംബിളൈസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, പിയാനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പിയാനോയുടെ സൗണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വിദേശികൾ അവതരിപ്പിച്ചൊരു സംഗീതമാണ്. വിദേശികൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻ്റാണ്, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൊരു മ്യൂസിക്കാണ്. അപ്പോൾ എന്താണ്, വിദേശികൾ എന്താണ് ചെയ്തത്, അവരുടെ മ്യൂസിക് ഈ നേറ്റീവ്സിൻ്റെ മേലെ അടിച്ചേൽപ്പിക്കാൻ ട്രൈ ചെയ്യുകയാണ് ചെയ്തത് അല്ലേ. അതായത് അത് ആക്ച്വലി ഇവർക്ക് ആഫ്രിക്കയിലെ നേറ്റീവ്സിന് ആക്ച്വലി പിയാനോ വായിക്കാനൊന്നും അറിയില്ല, അവർക്ക് ആകെ കൂടി ഡ്രംസ് വായിക്കാനേ അറിയുള്ളൂ. അവരുടെ മെയിൻ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് ഡ്രംസാണ്. അപ്പോൾ പിയാനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ കൊണ്ടുവന്നൊരു ഇൻസ്ട്രുമെൻ്റാണ്. അപ്പോൾ അത് അവരുടെ സംഗീതവും അവരുടെ കൾച്ചറും ഒക്കെ എന്താണ് ആഫ്രിക്കൻസിൻ്റെ നേറ്റീവായിട്ടുള്ള അവരുടെ ആൾക്കാരുടെ മുകളിൽ അടിച്ചേൽപ്പിക്കാൻ ട്രൈ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ പിയാനോയുടെ സൗണ്ടും പിയാനോയുടെ മ്യൂസിക്കും ഒക്കെ എന്താണ് ആഫ്രിക്കയിലെ നാട്ടുകാരുടെ മുകളിൽ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്തതെന്നാണ് പോയറ്റ് പറയുന്നത്. അപ്പോൾ എന്താണ് പറയുന്നത്, വിദേശികൾ ഫോറിനേഴ്സ് വന്നിട്ട് എന്താണ് ചെയ്തത്, അവരവരുടെ ആ ഒരു പിയാനോയുടെ മ്യൂസിക്കൊക്കെ ഇവരുടെ മുകളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. അതായത് അവരെ കൊണ്ട് നിർബന്ധിച്ച് ഈ മ്യൂസിക്കുകൾ കേൾപ്പിക്കാൻ തുടങ്ങി. അതായത് ഇതിൻ്റെ ആ ഒരു സൗണ്ടിൻ്റെ ആ സൗണ്ട് മോഡുലേഷൻസിനെ കുറിച്ചൊക്കെ അവരെ കൊണ്ട് നിർബന്ധിച്ച് കേൾപ്പിക്കാൻ തുടങ്ങി. ഇതിൽ 2 വേർഡ്സ് പറയുന്നുണ്ട്. ഡിമിനുവെൻഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ ഒരു വോളിയത്തിൽ ഉണ്ടാകുന്ന ഡിക്രീസിനെയാണ് പറയുന്നത്, ഒരു കുറവിനെയാണ് പറയുന്നത്. ആൻഡ് ക്രിസൻറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം കൂടുന്നതിനെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു സൗണ്ട് മോഡുലേഷൻസൊക്കെ അവരെ കൊണ്ട് നിർബന്ധിച്ച് കേൾപ്പിക്കാൻ തുടങ്ങി. അവരുടെ ആ ഒരു ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ആ ഒരു മ്യൂസിക്കൊക്കെ അവരെ പഠിപ്പിക്കാൻ, അവരുടെ മുകളിൽ അടിച്ചേൽപ്പിക്കാൻ തുടങ്ങി, അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതൊക്കെ ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അതായത് ഫോറിനേഴ്സ് വന്നിട്ട് അവരുടെ കൾച്ചറും അവരുടെ ആ ഒരു ലൈഫ് സ്റ്റൈലൊക്കെ ഇവരുടെ മുകളിൽ അടിച്ചേൽപ്പിക്കാൻ തുടങ്ങി. പക്ഷേ ഇവിടെ പോയിട്ട് എന്താ പറയുന്നത്, അവർ ഒരുപാട് ട്രൈ ചെയ്തെങ്കിലും ലാസ്റ്റ് അതൊരു വയലൻസായി മാറി എന്നാണ് പറയുന്നത്. ഇങ്ങനെ മ്യൂസിക് പഠിപ്പിക്കാൻ ഒരുപാട് ട്രൈ ചെയ്തെങ്കിലും അതൊരു അവസാനം ഒരു വയലൻസായി മാറി, അത് നടുവിൽ വെച്ച് അവസാനിച്ചു എന്നാണ് പറയുന്നത്. ഇൻകംപ്ലീറ്റായി, കാരണം അത് മൊത്തമായിട്ട് അവർക്ക് പഠിപ്പിക്കാൻ കഴിഞ്ഞില്ല, അത് ഇൻകംപ്ലീറ്റായി, അപൂർണ്ണമാണത്, അത് നടുവിൽ വെച്ച് അവസാനിച്ചു എന്നാണ് പറയുന്നത്. അതായത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, മ്യൂസിക് മാത്രമല്ല അവരുടെ അതായത് ഫോറിനേഴ്സ് വന്ന് അവരുടെ കൾച്ചറും അവരുടെ ആ ഒരു ലൈഫ് സ്റ്റൈലൊക്കെ ഇവരുടെ മുകളിൽ അടിച്ചേൽപ്പിക്കാൻ ട്രൈ ചെയ്തെങ്കിലും അവരെ കൊണ്ട്, അതായത് നമുക്കറിയാം ആഫ്രിക്കൻസിനെ കുറേ കാലം അടിമകളാക്കി വെച്ചിട്ട് അവരെ കൊണ്ട് പലതും ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അവസാനം എന്താണ്, അവർ തിരിച്ച് പ്രതികരിക്കാൻ തുടങ്ങി അല്ലേ. നമ്മളൊരുപാട് മൂവ്മെൻറ്റ്സിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അവർ തിരിച്ച് പ്രതികരിക്കാൻ തുടങ്ങി.
അപ്പോൾ എന്താണ്, അവർ ഒരുപാട് അവരുടെ ലൈഫ് സ്റ്റൈൽ ഇവരുടെ മുകളിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവർക്ക് മൊത്തമായിട്ടും അവരുടെ ആ ഒരു കൾച്ചർ ഇവരുടെ മുകളിൽ ആഫ്രിക്കയിലെ നേറ്റീവ്സിൻ്റെ മുകളിൽ അടിച്ചേൽപ്പിക്കാൻ കഴിഞ്ഞില്ല. അവസാനം അവർ തിരിച്ച് വയലൻസോട് കൂടിയാണെങ്കിൽ അവരതിനെ എതിർത്തു എന്നാണ് പറയുന്നത്, പ്രതികരിക്കാൻ തുടങ്ങിയവർ. അപ്പോൾ അതാണ് പറയുന്നത്. അതായത് ഈ മ്യൂസിക്കിലൂടെ ഉദ്ദേശിക്കുന്നത് ആക്ച്വലി അവർ ആ ഫോറിനേഴ്സിൻ്റെ കൾച്ചറിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ്, പോയറ്റ് എന്താണ് ആക്ച്വലി എന്താ പറയുന്നത്, പോയറ്റ് അവസാനം എന്താ പറയുന്നത്, അദ്ദേഹം ഈ ഒരു പിയാനോയുടെ ആ വെയിലിംഗ് സൗണ്ടിൻ്റെയും അതുപോലെ തന്നെ ഈ ജംഗിൾ ഡ്രംസിൻ്റെ ആ ഒരു മിസ്റ്റിക്കൽ ഋതത്തിൻ്റെ ഇടയിൽ ലോസ്റ്റ് ആയിപ്പോയി എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോഴത്തെ ആഫ്രിക്കൻസിൻ്റെ ആ ഒരു ലൈഫിനെ കുറിച്ചാണ് പറയുന്നത്. അവർ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവർ ആ പഴയ നേറ്റീവ് രീതിയിലല്ല താമസിക്കുന്നത്, പഴയ പോലെ ഹണ്ടിങ് ഒക്കെ ചെയ്ത് അങ്ങനെയല്ല താമസിക്കുന്നത്. അവിടെ കുറേ മോഡേൺ ചേഞ്ചസ് വന്നിട്ടുണ്ട്, ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. എന്നാൽ അതിനോടൊപ്പം തന്നെ അവരൊരിക്കലും ആ ഒരു ഫോറിനേഴ്സിൻ്റെ കൾച്ചറിലേക്ക് കംപ്ലീറ്റ് ആയി വന്നിട്ടില്ല. അവരുടെ ഒരു പഴയ കൾച്ചർ ഫോളോ ചെയ്യുന്നുണ്ട്, എന്നാൽ മൊത്തത്തിൽ ഫോളോ ചെയ്യുന്നില്ല. അപ്പോൾ അത് ഇപ്പോഴത്തെ ഒരു ആഫ്രിക്കൻസിൻ്റെ ലൈഫിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് പഴയ ആ ഒരു നേറ്റീവ് ലൈഫിൻ്റെയും പുതിയ ആ ഒരു ഫോറിനേഴ്സ് വന്നിട്ടുണ്ടായിട്ടുള്ള ആ ഒരു മോഡേൺ ലൈഫിൻ്റെ ഇടയിൽ ലോസ്റ്റായി പോയിരിക്കുകയാണ് അവർ എന്നാണ് പറയുന്നത് ലാസ്റ്റ്. അപ്പോൾ പോയറ്റ് എന്താ പറയുന്നത്, പോയറ്റ് ആ ഒരു പിയാനോയുടെ വെയിലിംഗ് സൗണ്ടിൻ്റെയും ഡ്രമ്മിൻ്റെ ആ ഒരു മിസ്റ്റിക്കൽ ഋതത്തിൻ്റെ ഇടയിൽ ലോസ്റ്റായി പോയിന്ന്. അതായത് ഇപ്പോഴത്തെ ആഫ്രിക്കൻ നേറ്റീവ്സിൻ്റെ ആ ഒരു അവിടുത്തെ ആൾക്കാരുടെ ഒരു ലൈഫിനെ കുറിച്ചാണ് പറയുന്നത്. ആ ഒരു പഴയ ആ നേറ്റീവ് ലൈഫിൻ്റെയും പുതിയൊരു മോഡേൺ ലൈഫിൻ്റെ ഇടയിൽ അവർ ലോസ്റ്റ് ആയിരിക്കുകയാണ്. അല്ലെങ്കിൽ അവർ രണ്ട് കൾച്ചറും ഫോളോ ചെയ്യുന്നുണ്ട്. ആക്ച്വലി കുറച്ച് മോഡേൺ ചേഞ്ചസ് അവിടെ വന്നു, അതിനോടൊപ്പം തന്നെ അവരുടെ ഒരു നേറ്റീവ് കൾച്ചർ അവർ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലാണ് നിൽക്കുന്നത്. അതാണ് ലാസ്റ്റ് ആ ഒരു ലൈൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് എന്താണ് നമ്മളുടെ പിയാനോ ആൻഡ് ഡ്രംസ് എന്നുള്ള പോയത്തിനെ കുറിച്ച് പറയാനുള്ളത്. ഇത് മെയിൻലി അവരുടെ ആ ഒരു മോഡേൺ ലൈഫിൻ്റെയും ഏൻഷ്യൻ ലൈഫിൻ്റെയും ഒരു കമ്പാരിസൺ പോലെയാണ് നമുക്ക് കാണേണ്ടത്. താങ്ക് യു.